അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും ഒരുക്കങ്ങളും ആരംഭിച്ചിട്ട് മാസങ്ങളും ദിവസങ്ങളുമായി. ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് പ്രതിഷ്ഠാ ചടങ്ങിനായി ബാക്കിയുള്ളത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായും കഴിഞ്ഞു. ഉത്സവാന്തരീക്ഷമാണ് ഇപ്പോൾ അയോധ്യയിൽ. നിരത്തുകളിലെല്ലാം ശ്രീരാമന്റെ ചിത്രമുള്ള പതാകകൾ നിറഞ്ഞിരിക്കുന്നു. കൊട്ടും പാട്ടും മേളവുമായി ചെറുസംഘങ്ങൾ രാംപഥിലൂടെ നീങ്ങുന്നു. അങ്ങനെ അയോധ്യയിലെങ്ങും ആഘോഷമാണ്. തിങ്കളാഴ്ചത്തെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ദർശനം നടത്താമെന്ന കണക്കുകൂട്ടലിലാണ് ആയിരങ്ങൾ ഇപ്പോൾ നഗരത്തിലേക്ക് എത്തുന്നത്. ഉത്തരേന്ത്യയുടെ കൊടും തണുപ്പിലും നൂറുകണക്കിന് കിലോമീറ്ററുകൾ കാൽനടയായും സൈക്കിളിലും എത്തുന്നവർ ഏറെയാണ്. റോഡരികിൽ പലയിടത്തായി സൗജന്യ ഭക്ഷണവും ചായയും മധുര പലഹാരങ്ങളും നൽകുന്നുമുണ്ട്. നിശ്ചിത ദൂരത്ത് പോലീസ് എയ്ഡ് പോസ്റ്റുകളും മെഡിക്കൽ സെന്ററുകളും തയ്യാറാണ്. നഗരവികസനത്തിന്റെ ഭാഗമായി ഒരേ രൂപത്തിലും നിറത്തിലും നവീകരിച്ച കടകളിലെല്ലാം തിരക്കേറി. 4 വർഷം മുൻപ് പ്രതിദിനം 4000-ഓളം പേർ മാത്രം പുറമേ നിന്നെത്തിയിരുന്ന അയോധ്യയിൽ ഇപ്പോൾ 1,00,000 പേരെത്തുന്നു. പ്രതിഷ്ഠ കഴിയുന്നതോടെ ഇത് 1-2 ലക്ഷമാകുമെന്നാണ് പ്രതീക്ഷ. നാളെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങുന്നതുവരെ കർശന നിയന്ത്രണങ്ങളാണ് അയോധ്യയിൽ. 11:30 മുതൽ 12:30 വരെ 1 മണിക്കൂറോളമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. പുലർച്ചെ തന്നെ പ്രധാനമന്ത്രി അയോധ്യയിലെത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനത്തിലായിരുന്നു മോദി. അയോധ്യയിൽ 10,000-ലേറെ പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങിയ വിഗ്രഹത്തിന്റെ ചിത്രം പുറത്തായതെങ്ങനെയെന്ന് അന്വേഷിക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ഉദ്യോഗസ്ഥരോ മറ്റോ എടുത്ത ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് കരുതുന്നതായും പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന നാളെ ഉച്ചയ്ക്ക് 2:30 വരെ ഡൽഹിയിലെ എയിംസ് ഉൾപ്പെടെയുള്ള പ്രധാന ആശുപത്രികൾക്കെല്ലാം അവധി നൽകി. അടിയന്തര ചികിത്സാ വിഭാഗങ്ങൾ മാത്രമേ നാളെ പ്രവർത്തിക്കുകയുള്ളൂ.